My dear students, welcome back to your online classroom. In the last class, we were discussing how to be unique, a speech by Dr. APJ Abdul Kalam. In that speech, he describes how to be unique. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് APJ അബ്ദുൽ കലാമിൻ്റെ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ഒരു സ്പീച്ചായിരുന്നു അല്ലേ. ആ സ്പീച്ചിൽ എങ്ങനെ ഒരാൾക്ക് യുണീക്ക് ആവാം, അതായത് എങ്ങനെ അവനവർ തന്നെ ആവാം, ഡിഫറെൻ്റ് ആവാം എന്നുള്ളത് നമുക്ക് പഠിപ്പിച്ചു തന്നു, അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് പഠിപ്പിച്ചു തന്നു. മറ്റുള്ളവരെ അനുകരിക്കാതെ സ്വന്തമായ രീതിയിൽ സ്വയം താനായിരിക്കുക, അതല്ലെങ്കിൽ മറ്റുള്ളവരെ അനുകരിക്കാതിരിക്കുക എന്നുള്ള ഒരു കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നു. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൽ നിന്നും ഡിഫറെൻ്റ് ആയിക്കൊണ്ട് ഒരുപാട് ലിമിറ്റേഷൻസും ഒരുപാട് ബുദ്ധിമുട്ടുകളും അഡ്വേഴ്സിറ്റീസും ഒക്കെ ഉണ്ട് എങ്കിലും അവരുടെ കഴിവുകൾ വെച്ച് അവരുടേതായ മേഖലയിൽ ശോഭിച്ച, അവരുടേതായ മേഖലയിൽ ഫേമസ് ആയിട്ടുള്ള ഒരാളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ടൈറ്റിൽ തന്നെ വായിക്കാം. Dr. Kalam exhorts everybody to be unique in his or her own way. There are many people who have proved their uniqueness even while fighting adversities and limitations. Stephen Hawking's profile reveals how he has overcome his disabilities to become the supernova of physics. ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റീഫൻ ഹോക്കിങ്സിനെ കുറിച്ചാണ്. ആരാണ് സ്റ്റീഫൻ ഹോക്കിങ്സ്? എന്താണ്, ഏതൊക്കെ മേഖലകളിലാണ് അദ്ദേഹം ഫേമസ് ആയിട്ടുള്ളത്, എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ള വലിയ വലിയ കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് ഈ ഡിസ്കഷൻസിലൂടെ, ഈ ഒരു പ്രൊഫൈലിലൂടെ, അദ്ദേഹത്തിൻ്റെ സ്റ്റീഫൻ ഹോക്കിങ്സിൻ്റെ ഈ ഒരു പ്രൊഫൈലിലൂടെ നമുക്ക് പരിചയപ്പെടാം. ഗോ ത്രൂ ദ ടെക്സ്റ്റ്. The title of our chapter is Quest for a Theory of Everything. It is written by Kitty Gale Ferguson. Kitty Gale Ferguson എഴുതിയിട്ടുള്ള A Quest for എ തിയറി ഓഫ് എവറിത്തിങ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്, ഒരു പ്രൊഫൈലാണ്, സ്റ്റീഫൻ ഹോക്കിങ്സിൻ്റെ പ്രൊഫൈലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് വെച്ചിട്ട് ടെക്സ്റ്റിലൂടെ വായിച്ചു നോക്കാം. ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ്, എല്ലാത്തിൻ്റെയും അടിസ്ഥാനം തേടിയുള്ള ഒരു അന്വേഷണം. ക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷിക്കുക എന്നുള്ളതാണ്. തിയറി ഓഫ് എവറിത്തിങ്, എല്ലാത്തിൻ്റെയും അടിസ്ഥാനം, എല്ലാത്തിൻ്റെയും തിയറി അന്വേഷിച്ചുകൊണ്ടുള്ള ഒരു യാത്ര എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ. Let's start from the first paragraph. In the Cockcroft Lecture Room on April 29, 1980, scientists and university dignitaries gathered in steep tiers of seats facing a two-story wall of chalkboard and slide screen. The occasion was the inaugural lecture by a new location professor of mathematics, the 38-year-old mathematician and physicist Stephen Hawking. April 29, 1980, 1980 കോക്രോഫ്റ്റ് ലെക്ചർ റൂമിൽ പല ശാസ്ത്രജ്ഞന്മാരും യൂണിവേഴ്സിറ്റിയിലെ പ്രമുഖരും ഉപവിഷ്ടരായിരിക്കുന്നു. അതായത് ഒരു ഹാളിൽ, കോക്രോഫ്റ്റ് ലെക്ചർ റൂം എന്ന് പറയുന്ന ഒരു ലെക്ചർ റൂമിൽ ഒരുപാട് യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്നിറ്ററീസും ഉയർന്ന ആളുകളും അതേപോലെ തന്നെ പ്രൊഫസേഴ്സൊക്കെ കൂടിയിട്ടുണ്ട്. അവരൊക്കെ ഇരിക്കുന്നത് എന്തിനാണ്, എന്താണ് ആ സെക്ഷൻ അല്ലെങ്കിൽ ആ ഒക്കേഷൻ, സിറ്റുവേഷൻ എന്താണ്? ഇനാഗുറൽ ലെക്ചർ ബൈ എ ന്യൂ ലുക്കേസിയൻ പ്രൊഫസർ ഓഫ് മാത്തമാറ്റിക്സ് സ്റ്റീഫൻ ഹോക്കിംഗ്. അവിടെ സ്റ്റീഫൻ ഹോക്കിങ്സ് ക്ലാസ് എടുക്കുന്നുണ്ട്, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്ഘാടന പ്രസംഗമുണ്ട്, ഒരു സ്പീച്ച് ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ട് കൂടിയ ആളുകളാണ് ഇതൊക്കെ. ഇദ്ദേഹം ഒരു ലുക്കേഷ്യൻ പ്രൊഫസറാണ്, അതേസമയം ഒരു മാത്തമാറ്റീഷ്യനാണ്. ഹു വാസ് എ മാത്തമാറ്റീഷ്യൻ ആൻഡ് ഫിസിസിസ്റ്റ്. ഹി വാസ് 38 years old. 38 വയസ്സുള്ള ഒരു മാത്തമാറ്റീഷ്യനും അതേപോലെ തന്നെ ഫിസിസിസ്റ്റും ഊർജ്ജതന്ത്ര ശാസ്ത്രജ്ഞനും കൂടിയാണ് ആര്? സ്റ്റീഫൻ ഹോക്കിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്പീച്ച്, ഇദ്ദേഹത്തിൻ്റെ ലെക്ചർ കേൾക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വലിയ യൂണിവേഴ്സിറ്റിയിലെ ആളുകളൊക്കെ കൂടിയിട്ടുണ്ട്. The title of the lecture was a question, is the end in sight of theoretical physics. അപ്പോൾ ആ ഒരു ലെക്ചറിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ക്ലാസ്സിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത്, ടോപ്പിക് എന്ന് പറയുന്നത് ഈസ് ദ എൻഡ് ഇൻ സൈറ്റ് ഓഫ് തിയററ്റിക്കൽ ഫിസിക്സ്. അതായത് തിയററ്റിക്കൽ ഫിസിക്സിൻ്റെ അവസാനം കണ്ടു തുടങ്ങിയോ എന്നുള്ള ഒരു
ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് ആ സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് സയൻസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഫിസിക്സിൻ്റെ ഒക്കെ അവസാനമായിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം, അതാണ് ടോപ്പിക്. ആ ടോപ്പിക്ക് ബേസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഹോക്കിൻസ് സ്റ്റാർട്ടിൽ ഹിസ് ലിസണേഴ്സ് ബൈ അനൗൺസിങ് ദാറ്റ് ഹി തോട്ട് ഇറ്റ് വാസ്. അപ്പോൾ അതിനൊരു ഉത്തരം എന്നോണം, അതായത് ഈ സയൻസിൻ്റെ ഒക്കെ അവസാനം കണ്ട് തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ സയൻസിൻ്റെ ഒക്കെ അവസാനം ആയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്റ്റീഫൻ ഹോക്കിൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സ്പീച്ച്. ഹി ഇൻവൈറ്റഡ് ദം ടു join him in a sensational escape through time and space to find the holy grail of science, the theory that explains the universe and everything that happens in it. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഉത്തരം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, സയൻസിൻ്റെ അവസാനമായിട്ടുണ്ട് എന്നുള്ള ഉത്തരം പ്രൂവ് ചെയ്യാനായിട്ട് അദ്ദേഹം ചെയ്യുന്നത് എന്താണ്, അദ്ദേഹത്തിൻ്റെ കൂടെ, അദ്ദേഹം എടുക്കുന്ന ക്ലാസ്സിൻ്റെ കൂടെ എല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കുകയാണ്, ആ ക്ലാസ് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, സമയത്തിലൂടെയും അതേപോലെ തന്നെ സ്പേസിലൂടെയും ബഹിരാകാശത്തു കൂടെയൊക്കെ ഉള്ളവർ യാത്ര ചെയ്തെങ്കിൽ മാത്രമേ, അതായത് ആ ക്ലാസ് കേൾക്കുന്ന സമയത്ത് നമ്മൾക്ക് ആ കാലങ്ങളായിട്ട് നടന്നു വരുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞു തരും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ, അതൊക്കെ മനസ്സിൽ സംശയങ്ങളൊക്കെ തീർത്തെങ്കിൽ മാത്രമേ ഈ ചോദ്യത്തിന്, തൻ്റെ ടോപ്പിക്കിന് താൻ ക്ലാസ് എടുക്കുന്ന കാര്യം മനസ്സിലാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഹോളി ഗ്രെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂസേജാണ്. The cup said to be used by Jesus Christ at the Last Supper. ജീസസ് ക്രൈസ്റ്റ് തൻ്റെ അവസാനത്തെ അത്താഴത്തിൽ സപ്പറിൽ കഴിക്കാൻ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിച്ച ഒരു കപ്പിനെയാണ് ഹോളി ഗ്രെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് എല്ലാത്തിൻ്റെയും ഒരു ഉത്ഭവമാണ് എന്നുള്ള രീതിയിൽ, എല്ലാം അടങ്ങിയിട്ടുള്ള, എല്ലാത്തിൻ്റെയും ഒരു കൊടുങ്കാറ്റ് അടങ്ങിയിട്ടുള്ള ഒരു കപ്പാണ് അത് എന്നുള്ള ഒരു യൂസേജാണ് അവിടെ വരുന്നത്. Stephen Hawking sat silently in a wheelchair while one of his students read his lecture to the assembled company. അപ്പോൾ സ്റ്റീഫൻ ഹോക്കിങ്സ് എന്താ ചെയ്യുന്നത്, ഇത്രയും വലിയ തിയറീസൊക്കെ എഴുതിയിട്ടുള്ള ഈ ഓഡിയൻസിനൊക്കെ വലിയൊരു ഉത്തരങ്ങൾ നൽകേണ്ട സ്റ്റീഫൻ ഹോക്കിങ്സ് ഒരു വീൽ ചെയറിൽ സൈലൻ്റ് ആയിട്ട് ഇരിക്കുകയാണ്. അറ്റ് ദാറ്റ് ടൈം വൺ ഓഫ് ഹിസ് സ്റ്റുഡൻസ് ഈസ് റീഡിങ് ദ ലെക്ചർ. എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെ വന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റുഡൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ലെക്ചർ എടുക്കുന്നുണ്ട്, ഒരു ക്ലാസ് എടുക്കുന്നുണ്ട് അവിടെ കൂടിയിരിക്കുന്ന എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ട്. ജഡ്ജ്ഡ് ബൈ appearance alone, Hawking didn't seem a promising choice to lead any adventure. അപ്പോൾ നമുക്ക് സ്റ്റീഫൻ ഹോക്കിങ്സിന് ആ സമയത്ത് കണ്ടു കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ അപ്പിയറൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ആ ഇരിപ്പും അദ്ദേഹത്തിൻ്റെ ആ ഫേസും അദ്ദേഹത്തിൻ്റെ ലുക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഒരു എന്താ പറയുക, ഒരുപാട് ഉത്തരങ്ങൾ നൽകാൻ കഴിയുന്ന ആളാണ് എന്നോ, അല്ലെങ്കിൽ ഒരു അഡ്വഞ്ചർ, ഒരു എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആളാണോ ഒന്നും നമുക്ക് തോന്നില്ല. അത്രയും വീക്കായിട്ടാണ് അദ്ദേഹം ഇരിക്കുന്നത്. സ്റ്റീഫൻ വില്യം ഹോക്കിങ്സ് വാസ് ബോൺ ഓൺ 8 January 1942 in Oxford, England. It was exactly 300 years after the death of Galileo, the father of modern science. അപ്പോൾ അദ്ദേഹം ജനിക്കുന്നത് 1942 ഓക്സ്ഫോർഡ് എന്ന് പറയുന്ന, ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അദ്ദേഹം ജനിക്കുന്നത് 300 വർഷങ്ങൾക്ക് ശേഷമാണ്. 300 years after the death of Galileo, the father of modern science. Frank and Isabel Hawkins, Stephen's parents, were not wealthy, but they believed in the value of education. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാരൻസ് ഫ്രാങ്ക് ആൻഡ് ഇസബൽ ഹോക്കിങ്സ് വലിയ സമ്പന്നരൊന്നും ആയിരുന്നില്ല, പക്ഷേ അവർക്ക് എന്തുണ്ട്, എഡ്യൂക്കേഷൻ്റെ വാല്യൂ, ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷനെ കുറിച്ച് നല്ല ബോധമുള്ള ആളുകളാണ് അവർ. So they planned for Stephen to go to Westminster, a famous public school in the heart of London. Unfortunately, Stephen was ill at the time of the scholarship examination for Westminster. Therefore, he attended the local St. Albans school. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാരൻസിന് എഡ്യൂക്കേഷന് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന പാരൻസാണ് അദ്ദേഹത്തിൻ്റെ പാരൻസ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ സ്കൂളായ, ഏറ്റവും ടോപ്പ്, ഏറ്റവും നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സ്കൂളായിട്ടുള്ള വെസ്റ്റ്മിനിസ്റ്റർ സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു പാരൻസ്. പക്ഷേ നിർഭാഗ്യവശാൽ ആ സ്കൂളിലേക്കുള്ള അഡ്മിഷൻ എടുക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ അവിടേക്കുള്ള സ്കോളർഷിപ്പ് എടുക്കുന്ന സമയത്ത് സ്റ്റീഫൻ ഇല്ലായിരുന്നു, അതായത് സ്റ്റീഫന് സുഖമില്ലാതെയായി. അപ്പോൾ ആ സമയത്ത് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ അവസാനം അവനക്ക് ലോക്കൽ സെയിൻറ്റ് ആൽബൻസ് സ്കൂൾ, അവിടുത്തെ ലോക്കൽ സ്കൂളിലേക്ക് പോകേണ്ടി, അവിടെ അഡ്മിഷൻ എടുക്കേണ്ടി വന്നു, അവിടെ പഠിക്കേണ്ടി വന്നു. By the time he was 8, he was thinking seriously about becoming a scientist. Frank Hawking encouraged his son to follow him into medicine, but Stephen found biology too imprecise. He wanted a subject in which he could look for exact answers and get to the root of things.
8ാമത്തെ വയസ്സാവുമ്പോഴേക്ക് അല്ലെങ്കിൽ 8 വയസ്സാവുമ്പോഴേക്ക് സ്റ്റീഫന് സീരിയസ് ആയിട്ട് ഒരു സയൻറ്റിസ്റ്റ് ആവണം, അതായത് ഉറച്ചൊരു തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു സ്റ്റീഫൻ 8 വയസ്സായപ്പോഴേക്ക് ഒരു സയൻറ്റിസ്റ്റ് ആവണം ഭാവിയിൽ എന്നുള്ളതൊക്കെ. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഫ്രാങ്ക് ഹോക്കിംഗ് എൻകറേജ്ഡ് ഹിസ് സൺ. ഫ്രാങ്ക് ഹോക്കിംഗ് എന്ത് ചെയ്തു, തൻ്റെ പാരൻ്റായിട്ടുള്ള ഫാദറിന് ഒരിക്കലും തൻ്റെ മകൻ ഒരു സയൻറ്റിസ്റ്റ് ആവുന്നത് ഇഷ്ടമായിരുന്നില്ല. അദ്ദേഹത്തിന് തൻ്റെ മകൻ മെഡിസിന് ഒരു ഡോക്ടർ ആവണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ സ്റ്റീഫൻ ഒരിക്കലും ബയോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് ഇഷ്ടമായിരുന്നില്ല. സ്റ്റീഫന് ബയോളജി ഒരു ഇംപ്രസൈസ് ആണ്, അതായത് കറക്റ്റ് അല്ല എന്നുള്ള, ബയോളജിയൊക്കെ മിസ്റ്റേക്കുകളുണ്ട്, അതിൽ ഒരുപാട് തെറ്റുകളുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു സ്റ്റീഫൻ്റെ ചിന്താഗതി. ഹി വാണ്ടഡ് എ സബ്ജക്റ്റ് ഇൻ വിച്ച് ഹി കുഡ് ലുക്ക് ഫോർ എക്സാക്റ്റ് ആൻസേഴ്സ്. അപ്പോൾ അത് സ്റ്റീഫന് താൻ പഠിക്കുന്ന വിഷയം അതല്ലെങ്കിൽ താൻ പഠിക്കുന്ന സബ്ജക്റ്റ് എപ്പോഴും പ്രിസൈസ് കറക്റ്റായിരിക്കണം, കറക്റ്റായിട്ട് ഉത്തരങ്ങൾ കിട്ടുന്ന ഒരു സബ്ജക്റ്റിൽ ഡിഗ്രി ചെയ്യണം എന്നുള്ളതായിരുന്നു സ്റ്റീഫൻ ഹോക്കിങ്സിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഗെറ്റ് ദ റൂട്ട് ഓഫ് തിങ്സ്, വസ്തുതകളുടെ അടിസ്ഥാനം നൽകുന്ന, അതായത് എല്ലാത്തിനും ഒരു അടിസ്ഥാനമുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു സബ്ജക്റ്റ് പഠിക്കണം എന്നായിരുന്നു സ്റ്റീഫൻ ഹോക്കിങ്സിൻ്റെ ആഗ്രഹം. Young Stephen was no prodigy. He was just an ordinary English schoolboy, slow in learning to read, his handwriting the despair of his teachers. He was ranked no more than halfway up in the class, though he now says in his own defense, it was a very bright class. യങ് സ്റ്റീഫൻ വാസ് നോ പ്രോഡിജി. ചെറുപ്പത്തിൽ സ്റ്റീഫൻ അത്ര വലിയ ഒരു മിടുക്കൻ, പഠിക്കാൻ അത്ര വലിയ ഒരാളായിരുന്നൊന്നുമില്ല, അത്ര വലിയ മിടുക്കനൊന്നും ആയിരുന്നില്ല. ഹി വാസ് ജസ്റ്റ് എൻ ഓർഡിനറി ഇംഗ്ലീഷ് സ്കൂൾ ബോയ്. അദ്ദേഹം ഒരു സാധാരണ ഇംഗ്ലീഷ് സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ പോലെയായിരുന്നു. സ്ലോ ഇൻ ലേണിംഗ് ടു റീഡ്, വായിക്കാൻ അദ്ദേഹം വളരെ സ്ലോ ആയിരുന്നു. ഹിസ് ഹാൻഡ് റൈറ്റിംഗ് ദ ഡിസ്പെയർ ഓഫ് ടീച്ചേഴ്സ്. അദ്ദേഹത്തിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് കണ്ടു കഴിഞ്ഞാൽ ടീച്ചേഴ്സിന് തന്നെ ഡിസ്പെയർ ആവും, നിരാശ തോന്നുന്ന തരത്തിലുള്ള ഒരു ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നു. ഹി വാസ് റാങ്ക്ഡ് നോ മോർ ദാൻ ഹാഫ് വേ അപ്പ് ഇൻ ദ ക്ലാസ്. അദ്ദേഹത്തിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് ആ ക്ലാസ്സിലെ പകുതി കുട്ടികളുടെ പകുതിയായിരുന്നു റാങ്ക്. അതായത് അദ്ദേഹത്തിന് ഒരു ഏകദേശം ഒരു ആവറേജ് റാങ്ക് ആയിരുന്നു ആ ക്ലാസ്സിൽ ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. ദോ ഹി നൗ സേസ് ഇൻ ഹിസ് ഓൺ ഡിഫെൻസ്. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ, തൻ്റെ റാങ്കിനെ കുറിച്ച് എന്തുകൊണ്ടാണ് ഇത്ര മോശമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം അതിന് ഡിഫെൻസ് ആയിക്കൊണ്ട് അതിനെ പ്രതിരോധിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു എന്താണ്, ഇറ്റ് വാസ് എ ബ്രൈറ്റ് ക്ലാസ്. ആ ക്ലാസ്സിലുള്ള കുട്ടികളെല്ലാം നന്നായി പഠിക്കുന്ന കുട്ടികളാണ്, അതുകൊണ്ടാണ് എനിക്ക് ഉയർന്ന റാങ്കുകളൊന്നും കിട്ടാത്തത് എന്ന് അദ്ദേഹം പറയുമായിരുന്നു. At 14, Stephen knew that he would pursue mathematics and physics. His father called this impractical, for there were no jobs in mathematics except teaching. 14-ാമത്തെ വയസ്സാവുമ്പോഴേ സ്റ്റീഫൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് മാത്തമാറ്റിക്സും ഫിസിക്സും പഠിക്കാനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫാദർ അതൊരു ഇംപ്രാക്ടിക്കലാണ്, അത് അത്ര പ്രായോഗികമല്ല, നല്ല തീരുമാനമല്ല എന്നുള്ള രീതിയിൽ ഫാദർ ഒരുപാട് പ്രാവശ്യം ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു. ഈ മാത്തമാറ്റിക്സ് ഒക്കെ എന്ന് പറയുന്ന വിഷയത്തിന് പഠിപ്പിക്കുക മാത്രമാണ് ഒരു സ്കോപ്പ്, ഒരു ജോലിക്കുള്ള സ്കോപ്പ് എന്ന് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ഫാദർ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചു. മോർ ഓവർ ഹി വാണ്ടഡ് ഹിസ് സൺ ടു അറ്റൻഡ് ഹിസ് ഓൺ കോളേജ് ആൻഡ് ഓക്സ്ഫോർഡ് ഓഫറിങ് നോ മാത്തമാറ്റിക്സ്. അപ്പോൾ തൻ്റെ ഫാദറിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഫാദർ പഠിച്ചിട്ടുള്ള ഓക്സ്ഫോർഡ് കോളേജിൽ, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെന്നായിരുന്നു. അപ്പോൾ അവിടെ മാത്തമാറ്റിക്സ് ഇല്ല, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ മാത്തമാറ്റിക്സ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് മാത്തമാറ്റിക്സ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഫാദർ പറഞ്ഞത് അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഒരിക്കലും മാത്തമാറ്റിക്സ് പ്രൊവൈഡഡ് അല്ല എന്നുള്ള രീതിയിലൊക്കെ അവനെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഹി ഫോളോഡ് ഹിസ് ഫാദേഴ്സ് അഡ്വൈസ് ആൻഡ് സ്റ്റഡീഡ് കെമിസ്ട്രി, ഫിസിക്സ് ആൻഡ് ഓൺലി എ ലിറ്റിൽ മാത്തമാറ്റിക്സ് ഇൻ പ്രിപ്പറേഷൻ ഫോർ ദ എൻട്രൻസ് ഇൻ ടു ഓക്സ്ഫോർഡ്. അപ്പോൾ ആ ഫാദറിൻ്റെ നിർബന്ധപ്രകാരം സ്റ്റീഫൻ കെമിസ്ട്രിയും ഫിസിക്സും ഒരുപാട് പഠിക്കുകയും അതേസമയം മാത്തമാറ്റിക്സ് വളരെ കുറച്ച് മാത്രം പഠിക്കുകയും ചെയ്തു. അതായത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്കുള്ള എൻട്രൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് മാത്തമാറ്റിക്സ് അറിഞ്ഞിരിക്കണം, അതിന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് മാത്തമാറ്റിക്സ് പഠിക്കുകയുണ്ടായി. ഹി ഡിഡ് വെൽ ഇൻ ഫിസിക്സ് ആൻഡ് ദ ഇൻ്റർവ്യൂ വാസ് ബ്രില്യൻ്റ്ലി അക്സെപ്റ്റഡ്. അദ്ദേഹം ഫിസിക്സിൽ വളരെ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസൊക്കെ അറ്റൻഡ് ചെയ്തു, ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസൊക്കെ നല്ല രീതിയിൽ ഉത്തരം നൽകി. അങ്ങനെ തന്നെ അദ്ദേഹത്തിന് അവിടെ അഡ്മിഷൻ കിട്ടിയെന്നാണ് പറയുന്നത്. In 1959, at the age of 17, Hawking went to Oxford to study natural science and to specialize in physics. He joined University College, his father's college and the oldest at Oxford, founded in 1249 AD. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് അഡ്മിഷൻ കിട്ടുന്നത് 17-ാമത്തെ വയസ്സിൽ അഡ്മിഷൻ കിട്ടുന്നതും അവിടെ വെച്ച് നാച്ചുറൽ സയൻസ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതുമാണ് പറയുന്നത്. Nevertheless,
For about a year and a half, Hawking was lonely and bored. He was not inspired to relieve his boredom by exerting himself academically. But halfway through his second year, he began enjoying Oxford. അങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിലും തനിക്ക് ഇഷ്ടപ്പെട്ട കോളേജിലേക്ക് അഡ്മിഷൻ നേടി എന്നുണ്ടെങ്കിലും സ്റ്റീഫൻ ലോൺലി അതേപോലെ തന്നെ ബോർഡായിട്ടൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പഠനങ്ങളും കാര്യങ്ങളും കോളേജും ഒക്കെ ബോറിങ്ങും അതേപോലെ തന്നെ ഒറ്റപ്പെട്ട പോലെയുള്ള ഒരു ഫീലിംഗ് ഒക്കെ സ്റ്റീഫൻ ഹോക്കിങ്സിന് അനുഭവിക്കേണ്ടി വന്നു. അപ്പോൾ ആ ഒരു ബോറിങ് ലൈഫും അതേപോലെ തന്നെ ഒറ്റപ്പെടലൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, അക്കാഡമിക്കലായിട്ടുള്ള കാര്യങ്ങൾ, പഠനത്തിൻ്റെ കാര്യങ്ങളിലേക്ക് മുൻതൂക്കം നൽകി, അതല്ലെങ്കിൽ കൂടുതൽ സമയം പഠിക്കാനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ ഒറ്റപ്പെടലിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചു. ബട്ട് ഹാഫ് വേ ത്രൂ ഹിസ് സെക്കൻഡ് ഇയർ ഹി ബിഗൻ എൻജോയിങ് ഓക്സ്ഫോർഡ്. അപ്പോൾ രണ്ടാമത്തെ വർഷമൊക്കെ ആകുമ്പോഴേക്ക് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ലൈഫ് സ്റ്റീഫൻ ഹോക്കിങ്സ് എൻജോയ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. He became popular and well accepted among his peers. They remembered him as lively, buoyant, and as adaptable. He wore his hair long, was famous for his wit, liked classical music and science fiction, and took part in sports. അപ്പോൾ രണ്ടാമത്തെ വർഷം ആകുമ്പോഴേക്ക് അദ്ദേഹം വളരെ പോപ്പുലറായി, വളരെ ഫേമസ് ആയി, ആളുകളുടെ ഇടയിലൊക്കെ ഇടപഴകാനൊക്കെ തുടങ്ങി. അദ്ദേഹം വളരെ ആക്റ്റീവ് ആയിരുന്നു, ബോയൻ്റ് ആയിരുന്നു. അതായത് നല്ല കൂട്ടങ്ങളുടെ ഇടയിലൊക്കെ അവരുടെ പിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ഏജ് ഗ്രൂപ്പിൽ വരുന്ന ആളുകളുടെ ഇടയിലൊക്കെ വളരെ ഉയർന്നു നിൽക്കുന്ന നല്ല ക്യാരക്ടറുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ അപ്പിയറൻസ് പറയുന്നുണ്ട്, ഹി വോർ ഹിസ് ഹെയർ ലോങ്, അദ്ദേഹം മുടി നീട്ടി വളർത്തിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫേമസ് ഫോർ ഹിസ് വിറ്റ്, അതായത് അദ്ദേഹത്തിൻ്റെ വാചാലത അല്ലെങ്കിൽ സംസാരം വളരെ ഇഷ്ടപ്പെടുന്ന തരത്തിലായിരുന്നു. ലൈക്ക്ഡ് ക്ലാസിക്കൽ മ്യൂസിക് ആൻഡ് സയൻസ് ഫിക്ഷൻ, സയൻറ്റിഫിക് സ്റ്റോറീസൊക്കെ വായിക്കുന്നത് ഇൻട്രസ്റ്റഡ് ആയിരുന്നു. ടുക്ക് പാർട്സ് ഇൻ സ്പോർട്സിലൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു. However, at the end of the third year, Hawking almost floundered. He selected theoretical physics as his specialty. He had then applied to do a PhD at Cambridge and was accepted on condition that he got a first from Oxford. അങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിലും അറ്റ് ദ എൻഡ് ഓഫ് ദി തേർഡ് ഇയർ, മൂന്നാം വർഷത്തിലെ അവസാനത്തിൽ ഹോക്കിംഗ് ഓൾമോസ്റ്റ് ഫ്ലോണ്ടേഡ്. ഹോക്കിങ്സ് മൂന്നാം വർഷം ആകുമ്പോഴേക്ക് വളരെ മോശമായ രീതിയിൽ പെർഫോമൻസ് ഒക്കെ വളരെ വീക്കായിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അടുത്ത അഡ്മിഷൻ കിട്ടണമെങ്കിലൊക്കെ ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ കൺഫ്യൂസ്ഡ് ആയി, ഒരുപാട് ഫ്ലോണ്ടേഡ് മീൻസ് കൺഫ്യൂസ്ഡ്, ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. ഹി സെലക്ടഡ് തിയററ്റിക്കൽ ഫിസിക്സ് ആറ്റ് ഹിസ് സ്പെഷ്യാലിറ്റി. അദ്ദേഹം എന്ത് ചെയ്തു, തിയററ്റിക്കൽ ഫിസിക്സ് എന്ന സബ്ജക്റ്റാണ് അദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്തത്. അതുമാത്രമല്ല അദ്ദേഹം PhD കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്യാൻ വേണ്ടിയിട്ട് അവിടേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടേക്ക് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ സ്റ്റീഫൻ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. സ്റ്റീഫൻ ഹോക്കിങ്സിനോട് ഒരു കണ്ടീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ആ കണ്ടീഷൻ? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് 1ാം റാങ്കോട് കൂടി പാസ്സായെങ്കിൽ മാത്രമേ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിറ്റ് ചെയ്യുകയുള്ളൂ എന്നുള്ള ഒരു കണ്ടീഷനായിരുന്നു അവർ വെച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് ആസ് ദ എക്സാമിനേഷൻ ഡേ അപ്രോച്ച്ഡ് ഹിസ് കോൺഫിഡൻസ് ഫെയിൽഡ്. പക്ഷേ എക്സാമിൻ്റെ ദിവസം വന്നപ്പോഴേക്ക് സ്റ്റീഫൻ ഹോക്കിങ്സിൻ്റെ കോൺഫിഡൻസ് ഒക്കെ നഷ്ടപ്പെട്ടു. ഹോക്കിങ്സ് എൻഡഡ് അപ്പ് ഡിസാസ്ട്രസ്ലി ഓൺ ദ ബോർഡർ ലൈൻ ബിറ്റ്വീൻ എ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്. ഹോക്കിങ്സിന് കിട്ടിയിട്ടുള്ള റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫസ്റ്റിൻ്റെയും സെക്കൻഡിൻ്റെയും ഇടയിൽ വരുന്ന ഒരു റാങ്ക് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. Faced with a borderline result, the examiners summoned Hawking for an interview and questioned him about his plans. അപ്പോൾ ഒരു ബോർഡർലൈൻ റിസൾട്ട്, അതായത് ഫസ്റ്റും അല്ല സെക്കൻഡും അല്ല എന്നുള്ള രീതിയിൽ ഒരു റിസൾട്ട് കിട്ടിയത് കൊണ്ട് ഇൻ്റർവ്യൂ ബോർഡ് എന്ത് ചെയ്തു, അദ്ദേഹത്തെ വിളിച്ചിട്ട് ഒരു ഇൻ്റർവ്യൂ ചെയ്തിട്ടിന് ശേഷം എന്താണ് പ്ലാൻസ് എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം തീരുമാനം എടുക്കാം എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തി. ഇൻസ്പൈറ്റ് ഓഫ് ദ ടെൻസസ് ഓഫ് ദി സിറ്റുവേഷൻ, Hawking managed to come up with the kind of remarks for which he was famous among his friends. If I get a first, I shall go to Cambridge. If I receive a second, I will remain at Oxford. So I expect that you will give me a first. He got his first and he went to Cambridge. അപ്പോൾ അവർ ഇൻ്റർവ്യൂവിന് വിളിച്ച സമയത്ത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്ലാൻസൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു വരുത്തിയ സമയത്ത് അദ്ദേഹം ഫേമസ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വജാലത, അല്ലെങ്കിൽ സംസാരിക്കാനുള്ള കഴിവ്, സംസാരത്തിലൂടെ ആളുകളെ വീഴ്ത്താനുള്ള കഴിവ് അദ്ദേഹം ഉപയോഗിച്ചു. ഇഫ് ഐ ഗെസ്റ്റ് ഫസ്റ്റ്, എനിക്ക് ഫസ്റ്റ് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഞാൻ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലേക്ക് പഠനത്തിന് വേണ്ടിയിട്ട് പോകും. ഇനി അതല്ല സെക്കൻഡാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ റിമെയിൻ ചെയ്യും, അതല്ലെങ്കിൽ ഓക്സ്ഫോർഡിൽ തന്നെ പഠനം തുടരും എന്നുള്ള ഒരു രീതിയിൽ സംസാരിക്കുകയും സോ ഐ എക്സ്പെക്ട് ദാറ്റ് യു വിൽ ഗിവ് മീ ഫസ്റ്റ്. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് 1ാമത്തെ റാങ്ക് തന്നെ തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ 1ാം സ്ഥാനം തന്നെ എനിക്ക് എൻ്റെ സ്ഥാനം ഉറപ്പിച്ചു തരും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും അവരെന്ത് ചെയ്തു, അവർ ഫസ്റ്റ് റാങ്ക് തന്നെ കൊടുക്കുക. എന്നിങ്ങനെ അദ്ദേഹം കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടുന്നതുമാണ്
നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അത്രയുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇത്രയുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കിയുള്ള പോർഷൻസ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ബി ഹാപ്പി, ബി സേഫ്, ബൈ.